ശബരിമല മണ്ഡലകാലത്തിനോട് അനുബന്ധിച്ച് ഇടത്താവളമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ കംഫർട്ട് സ്റ്റേഷനിലെ സെപ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എത്തി. ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവന്റെ നിർദ്ദേശപ്രകാരം കുമരകം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയിട്ടുള്ള മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് ഏറ്റുമാനൂർ നഗരസഭ ഏറ്റെടുത്ത് ഡിസംബർ 2 മുതൽ മണ്ഡലകാലം അവസാനിക്കുന്ന 2025 ജനുവരി 30 വരെ പ്രവർത്തനം ആരംഭിച്ചു. യൂണിറ്റിന്റെ പ്രവർത്തനം നടത്തുന്നത് തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഭൗമ എൻവിറോടെക് പ്രൈവറ്റ് ലിമിറ്റഡ്സും ആവശ്യമായ ചെലവ് വഹിക്കുന്നത് ദേവസ്വം ബോർഡുമാണ്. ഈ കാലയളവിൽ നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിലും പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം യൂസർ ഫീ ഈടാക്കിക്കൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലും വീടുകളിലും പ്രവർത്തിപ്പിക്കുന്നതിന് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കംഫർട്ട് സ്റ്റേഷന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാലിന്യം MTU വാഹനത്തിലേക്ക് വലിച്ചെടുക്കും. പിന്നീട് വാഹനത്തിനുള്ളിലെ മെഷീൻ വഴി ഫിൽറ്റർ ചെയ്ത് വെള്ളമാക്കുകയാണ് യൂണിറ്റിന്റെ പ്രവർത്തനം. ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കില്ലെങ്കിലും മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. മാലിന്യം ശരിയായി സംസ്കരിക്കുന്നതിലൂടെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും രോഗങ്ങൾ തടയാനും പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും ഇത് സഹായിക്കും. ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് യൂണിറ്റ് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ബീന ഷാജി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, ദേവസ്വം ബോർഡ് പ്രതിനിധികൾ, യൂണിറ്റിന്റെ പ്രവർത്തകരായ ഭൗമ ഏജൻസി പ്രതിനിധികൾ, നഗരസഭാ സെക്രട്ടറി ബിനുജി, നഗരസഭ ആരോഗ്യ വിഭാഗം പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് പ്രവർത്തിക്കുന്നതിന് ഓപ്പറേറ്റർമാരും എത്തിയിട്ടുണ്ട്. ഡയറക്റ്റ് ഒരു ടാങ്കിലേക്ക് അടിച്ച് കയറി അതിന് മറ്റൊരു ടാങ്കിലേക്ക് പോയി പിന്നീട് ഫിൽട്രേഷൻ നടക്കുന്നത്. അത് നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. വീട്ടിലെ തന്നെ സ്ലഡ്ജ് മാത്രമേ വാട്ടർ കണ്ടന്റ് മാത്രമേ ഈ പ്രവർത്തനത്തിൽ നടക്കുള്ളൂ. ഇതിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഇത് കുമരകം പഞ്ചായത്തിന് വേണ്ടിയാണ്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.